ഹായ്, എല്ലാവർക്കും അൺബോക്സ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ സായി പല്ലവിയുടെ ഒരു ബംഗാളി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എനിക്കും ബംഗാളി സ്റ്റൈൽ ഉടുത്തത്ര ശീലമൊന്നുമില്ല, ട്രയൽ മാത്രമാണ്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സിമിലർ ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ടൈപ്പ് സാരി തന്നെ മിന്ത്രയിൽ നിന്നായിരുന്നു സാരി വാങ്ങിച്ചത്. സാരി അറൗണ്ട് 800 റുപ്പീസായി. ജ്വല്ലറി മീഷോയിൽ നിന്നാണ്. ജ്വല്ലറിക്ക് അറൗണ്ട് 350 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പം ബാക്കിയെല്ലാം എൻ്റെ സ്വന്തം കലാവിരുതുകളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ട്രയൽ ചെയ്ത് നോക്കാം. ഹായ്, അപ്പം ഞാൻ ഈ ലുക്കിന് വേണ്ടിയിട്ട് ഡബിൾ സ്കേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബംഗാളി സ്റ്റൈലിന് ആക്ച്വലി ഡബിൾ സ്കേർട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. സാരി കുത്തുമ്പോൾ കുറച്ച് സൈഡിലോട്ട് നീക്കി കുത്താൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എല്ലാ സൈഡും നല്ലോണം ടക്കിങ് ചെയ്യണം കേട്ടോ. ഈ ഒരു സാരിക്ക് ആക്ച്വലി ഒരേ ഒരു ചുറ്റ് മതി കേട്ടോ. യൂഷ്വലി നമ്മൾ മുന്താണി എടുക്കാൻ നേരത്തെ നമ്മൾ 2 ചുറ്റ് ചുറ്റില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചുറ്റിൽ തന്നെ മുന്താണി എടുക്കണം. മുന്താണി എടുക്കുന്ന സമയത്ത് നല്ല ലെങ്ത്തിൽ എടുക്കുക. നമ്മുടെ ഉപ്പൂറ്റിയില്ലേ, ഉപ്പൂറ്റിയുടെ ആ ഒരു ലെങ്ത്തിൽ തന്നെ മുന്താണി എടുക്കുക. മുന്താണി എടുത്തിട്ട് ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ ചുറ്റാതെ തന്നെ നമ്മൾ പിൻ ചെയ്യണം. ഇനി എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ബംഗാളീസ് ആക്ച്വലി ഒരു 3 to 4 പ്ലീറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ. എടുക്കുന്ന സമയത്ത് 2 സൈഡിൽ ഈവൻ ആയിട്ട് വരുന്ന പോലെ തന്നെ നല്ല വീതിയുള്ള പ്ലീറ്റ്സ് എടുക്കണം. അതായത് ഒരു 4 ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അത്രയും വീതിയിൽ എടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് നല്ലോണം ടക്കിങ് ചെയ്യുക. 2 സൈഡിൽ നല്ലോണം ഈവൻ ആയിട്ട് തോന്നണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനി ബാലൻസ് വരുന്ന ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നല്ലോണം വലിച്ച് ബാക്കിലോട്ട് ടക്കിങ് ചെയ്യണം. ഇതുപോലെ ബാക്കിലോട്ട് ടക്കിങ് ചെയ്യണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻ യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് നല്ലോണം ടക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഞാനത് സ്കേർട്ടിലോട്ട് തന്നെ ടക്കിങ് ചെയ്തത്. അപ്പോൾ ഞാൻ ബ്ലൗസ് കേട്ട് റെഡിയായി വന്നേക്കാണ്. എനിക്കിത് പിൻ ചെയ്യേണ്ടി വന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ആകെ ബ്ലൗസിൻ്റെ ആ ഒരു മുന്താണിയുടെ പോർഷൻ മാത്രം ബ്ലൗസിലേക്ക് മാത്രമേ പിൻ ചെയ്തിട്ടുള്ളൂ. വേറെ എങ്ങും എനിക്ക് സേഫ്റ്റി പിൻ്റെ യൂസേ വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം കേട്ടോ ഒരു പിൻ വെച്ചിട്ട്. ഇനി ഞാൻ ബാക്കിയുള്ള പ്ലീറ്റ്സ് ഞൊറുവെല്ലാം നല്ലോണം ഇച്ചിരി കട്ടിക്കൊന്നാക്കുക. ഇത് പുതിയ സാരി ആയതുകൊണ്ട് ഒതുങ്ങുന്നില്ല കേട്ടോ. അപ്പം ഞാനത് കൈകൊണ്ടൊന്ന് നല്ലോണം നിങ്ങൾക്ക് നേരത്തെ തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ച് വെക്കാം. ഞാൻ നേരത്തെ തേച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു പ്ലീറ്റ്സ്, അതുകൊണ്ട് നല്ലോണം മടക്കി കൊടുക്കണം. ഇനി നമ്മൾ ബംഗാളീസ് യൂഷ്വലി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഈ താക്കോൽക്കൂട്ടം ഇങ്ങനെ സാരി തുമ്പയിൽ കെട്ടിയിട്ടുണ്ട് നടക്കും കേട്ടോ. എനിക്കിപ്പോൾ താക്കോൽക്കൂട്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ ഒരു ലെഹങ്കയുടെ ഒരു ഞാത്ത എടുത്തേക്കുന്നത്. എന്നിട്ട് അതൊരു വെയിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇടത്തേ ഉള്ളൂ കാഷ്വലായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാഷ്വൽ രീതിയിൽ ബാക്കിലോട്ട് ഇടും. ഇതിൻ്റെ ആക്ച്വലി ഈ ഒരു സാരിയുടെ വീതി അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ബാക്കിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ കോട്ടൺ സാരീസ് ആണെന്ന് തോന്നുന്നു. അതിന് നല്ല വീതി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ നീളം കിട്ടുന്നുണ്ട്. ഈ സാരിക്ക് അത്രയ്ക്ക് നീളം തോന്നുന്നില്ല കേട്ടോ, അത്ര ഭംഗി തോന്നുന്നില്ല അങ്ങനെ ബാക്കിലേക്ക് ഇട്ടപ്പോൾ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സാരി ഞാനിങ്ങനെ ഉടുത്തതിൽ ഇതെൻ്റെ ഫസ്റ്റ് ട്രയലാണ് കേട്ടോ ബംഗാളി സാരി. സോ ഇതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് ടൈം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.